ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് തെങ്ങിൻ ചൊട്ട വച്ചിട്ടുള്ള ഒരു ആയുർവേദ മരുന്നുണ്ടാക്കാം. തെങ്ങിൻ ചൊട്ട അല്ലെങ്കിൽ തെങ്ങും പൂക്കുല എന്നൊക്കെയാണ് ഇതിന് പറയണത്. നടുവേദന, തണ്ടല് വേദന, ശരീരവേദന മുതലായവകൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ മരുന്നാണ് തെങ്ങിൻ പൂക്കുല കൊണ്ട് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. പ്രസവരക്ഷയുടെ ഭാഗമായിട്ടും തെങ്ങും പൂക്കുല വെച്ചിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ളവർക്കായാലും ഈ നടുവേദന, തണ്ടൽ വേദന മുതലായവയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധമാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കേണ്ട രീതി കാര്യങ്ങളൊക്കെ ഈ ഇതിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം വേണ്ടി വരും. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നല്ല. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയെങ്കിലും വേണ്ടി വരുന്ന ഒരു മരുന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത്. അത് കഴിക്കേണ്ട രീതിയും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ ഈ വീഡിയോ ഒന്ന് കാണാൻ എല്ലാവരും ശ്രമിക്കണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഈ തെങ്ങിൻ ചൊട്ടയുടെ പുറം ഭാഗം ഒന്ന് പൊളിച്ച് മാറ്റണം. ഒരു കത്തി വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഒത്തിരി മൂത്തതാണെങ്കിലാണ് ഇത് കുറച്ച് മൂപ്പായിട്ടുണ്ട്, എന്നാൽ വിരിയാറൊന്നും ആയിട്ടില്ല, അങ്ങനെയുള്ളതാണ്. നല്ലതുപോലെ മൂത്തതാണെങ്കിൽ മൂത്ത തരം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്, അതായത് വിരിയാറായ തരം ചൊട്ട എടുക്കരുതെന്ന് ചുരുക്കം. ഇത് പൊളിക്കുമ്പോൾ ഇതിൽ അരികളൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ തെങ്ങും പൂക്കുല എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് തുമ്പത്തുനിന്ന് തുടങ്ങി അരിഞ്ഞെടുക്കാം. ഒത്തിരി അങ്ങ് ചെറുതായി കിട്ടണമെന്നൊന്നുമില്ല. ഇത് ഈ വീഴുന്നതെല്ലാം ഇതിൽ തെങ്ങിൻ്റെ ആൺപൂക്കളാണ്, പൂ വിരിഞ്ഞു വരുന്ന ആൺപൂക്കളാണ്. തെങ്ങിൻ ചൊട്ട കൊണ്ടുള്ള മരുന്ന് ഉണ്ടാക്കാനായിട്ട് തെങ്ങിൻ ചൊട്ട എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ തേങ്ങയൊക്കെ ഉണ്ടാവണ തരം തെങ്ങിൻ്റെ വേണം ചൊട്ട എടുക്കാനായിട്ട്. നന്നായിട്ട് മച്ചിങ്ങകൾ അതിലുണ്ടെങ്കിലാണ് അതുകൊണ്ട് ഉണ്ടാക്കുന്ന മരുന്നിനാണ് ഗുണം കൂടുതൽ കിട്ടുന്നത്. ഇതാണ് തെങ്ങിൻ്റെ പെൺപൂക്കൾ, അതായത് തേങ്ങയായിട്ട് വരുന്നത് മച്ചിങ്ങകൾ. അത് കൂടുതലുണ്ടാവണം. നമ്മൾ ഏകദേശം ഇത്രത്തോളം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വരുംതോറും ഇതിൻ്റെ ഈ മെയിൻ തണ്ട് വരുന്നുണ്ടല്ലോ, അതിനൊക്കെ കട്ടി കൂടും. അതുകൊണ്ട് ശരിക്കും ഈ പൂക്കളുള്ള അത്രയും ഭാഗം നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗമൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനിയുള്ള ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഭയങ്കര ഹാർഡാണ്, ഉണങ്ങി വരാനും ഇത് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തെങ്ങുപൂക്കുലയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണങ്ങി കിട്ടണം. അപ്പോഴാണ് നമുക്കിത് കുറച്ച് കൂടുതൽ ദിവസങ്ങൾ സൂക്ഷിച്ച് വെക്കണമെങ്കിലും പറ്റുള്ളൂ. ഇത് നമ്മൾ ഉണക്കാൻ വെച്ച തെങ്ങും പൂക്കുലയാണ്. ഇത് 6 ദിവസം കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് തെങ്ങും പൂക്കുലയ്ക്ക് വേണ്ട പച്ചമരുന്നുകൾ. ഇത് ഒരുപാട് മരുന്നുകളുണ്ട്. നമ്മൾ ആയുർവേദ കടയിലൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് എടുത്തു തന്നോളും. പിന്നെ ഇതുപോലെ അല്ലാതെ വേണമെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. പൊടി രൂപത്തിലാണെങ്കിലും നമുക്ക് കിട്ടും. ആയുർവേദ കടയിൽ പൊടി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പൊടി എടുത്ത് തന്നോളും. അല്ല ഇപ്പം ഇതുപോലത്തെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. ഒരുപാട് തരം പച്ചമരുന്നുകളൊക്കെ ഉള്ളതാണ്. ഇതിൽ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാലും എനിക്ക് അറിയാവുന്ന കുറച്ച് സാധനങ്ങളുടെ പേരൊക്കെ ഞാൻ പറയാം. ഇത് ഞെരിഞ്ഞിൽ എന്ന് പറയുന്ന ഒന്നാണ്. ഞെരിഞ്ഞിലെന്ന് പറഞ്ഞ നിറച്ച് മുള്ളുകളൊക്കെ ആയിട്ടുള്ള ഒന്നാണിത്. ഇതാ കണ്ടോ. ഇതെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. താഴെ തറയിലൊന്നും വീഴാതെ എടുക്കണം. ഇനി തറയിൽ വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാതെ കിടന്ന ചിലപ്പോൾ കാലിലൊക്കെ കുത്തിക്കൊള്ളാനൊക്കെ സാധ്യതയുണ്ട്. ഇത് എന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ നീർക്കെട്ട്, വയറിനൊക്കെ വരുന്ന നീർക്കെട്ട്, മൂത്രതടസ്സം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് വളരെ നല്ലതാണ്. യൂറിൻ ഇൻഫെക്ഷനൊക്കെ ഉള്ളവർക്ക് ഞെരിഞ്ഞിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ പെട്ടെന്ന് അത് ആശ്വാസം കിട്ടും. ഇത് ഇടംപിരി എന്ന് പറയുന്ന ഒന്നാണ്, ഒരു മരുന്നാണ്. പിന്നെ ഇതാ ജാതിപത്രി, ജാതിക്ക, അതുപോലെ ഒരുപാട് മരുന്നുകളുണ്ട് ഇതിൽ. ആശാളി, മുതിര, ഈ ചെറുതരങ്ങൾ കിടക്കണതിൽ ഒരുപാട് തരം മരുന്നുകളുണ്ട്. മുതിരയുണ്ട്, ആശാളി, ജീരകങ്ങൾ, പലതരത്തിലുള്ള ജീരകങ്ങളുണ്ട്. ഇത് തക്കോലം എന്ന് പറയുന്നത് നമ്മൾ ഈ മസാലക്കൂട്ടൊക്കെ മേടിക്കുമല്ലോ, അപ്പോൾ അതിലുള്ളതാണ്. ഇത് പട്ട, അതുപോലെ ഗ്രാമ്പു, അതൊക്കെ ഇതിൽ കിടപ്പുണ്ട്. ഓരോന്ന് ഇതാ ഗ്രാമ്പു, ഏലക്ക. ആയുർവേദ കടയിൽ നിന്ന് ഇതുപോലെ മരുന്നുകൾ മേടിക്കുന്നവർ ഒരു കാര്യം ചെയ്യണം, ഇത് നന്നായിട്ടൊന്ന് പാറ്റിയെടുക്കണം. വെയിലത്ത് വെച്ച് പാറ്റിയെടുക്കുക, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് കഴുകിയെടുക്കുന്നത് തന്നെ നല്ലതാണ്. ഇതിൽ ഒത്തിരി പൊടികളൊക്കെ ഉണ്ടാവും. ഞാനിവിടെ ഇതെല്ലാം ഒന്ന് കഴുകി ഉണക്കി വച്ചിരിക്കുന്നതാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ച് എടുക്കണം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാത്രം നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിലെ ഈ ചെറുതരങ്ങളൊക്കെ അതൊക്കെ പെട്ടെന്ന് അങ്ങ് കത്തിപ്പോവും. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഒത്തിരി നേരം ഇട്ട് വറുത്തെടുക്കരുത്. ഒക്കെ ഇത് ഇട്ട് കൊടുക്കാം. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുക്കാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പച്ചമരുന്നുകളൊക്കെ ചൂടായപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിൽ ചെറുതരം വിത്തുകളൊക്കെ നന്നായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അധികം സമയമൊന്നും ഇടണ്ട, ഓഫാക്കാം. മരുന്നുകളൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഉണക്കി വെച്ചിരിക്കുന്ന തെങ്ങും പൂക്കുലയും കൂടെ കൂട്ടിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടങ്ങ് പൊടിഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം ഒന്നും അങ്ങനെ പൊടിയില്ലല്ലോ. ചിലത് നല്ല കട്ടിയുള്ള വേര് പോലത്തെയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അങ്ങനെ ശരിക്കും അങ്ങ് പൊടിഞ്ഞിട്ടില്ല. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബാക്കി ഉണ്ടാവുമോ? ഇതിപ്പോൾ ഒന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്തില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ളത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യം പോലെ പൊടിച്ചെടുത്താലും മതിയാകും. നമ്മുടെ തെങ്ങുംകുലയുടെ ആയുർവേദ മരുന്ന് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ കഴിക്കും എന്നുള്ളതാണ് അടുത്തത് ഞാൻ പറയുന്നത്. തെങ്ങിൻ പൂക്കുല എല്ലാവരും ലേഹ്യ രൂപത്തിലാണ് കഴിക്കുന്നത്. മരുന്നൊക്കെ ചേർത്തിട്ട് ലേഹ്യമാക്കി അങ്ങനെയാണ് കഴിക്കുന്നത്. അത് എല്ലാവർക്കും അത് ലേഹ്യം അങ്ങനെ കഴിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. ഈ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ലേഹ്യത്തിൽ നന്നായിട്ട് നെയ്യൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് അതങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഈ രീതിയാണെങ്കിൽ അത് വലിയ കുഴപ്പമൊന്നുമില്ല. വലിയ കുഴപ്പമൊന്നുമല്ല, ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു രീതിയിലാണ് ഈ മരുന്ന് കഴിക്കേണ്ട രീതി ഞാൻ പറയണത്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ മരുന്നുകൾക്ക് എല്ലാം കൂടെ നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ ഈ പൊടിക്കാണെങ്കിലും നല്ല കയ്പ്പ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. കൽക്കണ്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക. ഇത് 1 ഗ്ലാസ് വെള്ളമാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ടീസ്പൂൺ ശർക്കരയാണ് ഉണ്ടാവുക. അത് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതൊന്ന് മൂടി വെച്ചേക്കണം കേട്ടോ. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് സമയമൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റണം. അപ്പോൾ അതിൽ ആ മരുന്നിൻ്റെ ഇതൊക്കെ ആ വെള്ളത്തിലേക്ക് ശരിക്കും അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം ഇട്ട് തിളപ്പിക്കണതിൻ്റെ കാര്യം. ഇതിപ്പോൾ ഇത്രയും തിളച്ചത് മതിയാകും. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ചായയൊക്കെ അരിക്കണ അതേ രീതിയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇതിപ്പോൾ ഒരു 3/4 ഗ്ലാസ് മരുന്നുണ്ട്.
ഇതിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി കഴിഞ്ഞപ്പോൾ ഇത്രയാണ് ഉള്ളത്. 3/4 ഗ്ലാസ്സാണ് ഉള്ളത്. കുറച്ചുകൂടെ വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഇത്രയും തിളച്ച് വറ്റണം എന്നൊന്നുമില്ല. ഇനി ഇത് അരിക്കാതെ കുടിക്കാൻ പറ്റുന്നവർക്ക് അത് അങ്ങനെ തന്നെ കഴിക്കണേനും കുഴപ്പമില്ല. ഇതിന് അത്രയും ശർക്കര 2 സ്പൂണ് ശർക്കര ഇട്ടിട്ട് അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. ചെറിയൊരു ചവർപ്പും കൂടെയാണ് ഉള്ളത്. അപ്പം മധുരമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ശർക്കര അല്ലെങ്കിൽ കരിപ്പറ്റിയോ ഏതാണെന്ന് വെച്ചാൽ ഇടുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇനി ഈ പൊടി കഴിക്കേണ്ട മറ്റൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സ്പൂണ് പൊടി എടുക്കുക, ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട്, ഇത് തേനാണ്. ഈ തേൻ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് ആയുർവേദ കടയിൽ ഈ പൊടി കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അത് തേനൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന ഒരു പൊടിയാണ് തെങ്ങും പൂക്കലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടണത്. കുറച്ച് തേൻ ഒഴിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കുക. തേനാവുമ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും കഴിക്കണേന് കുഴപ്പമില്ലാത്ത ഒന്നാണല്ലോ തേൻ. അപ്പം ഡയബറ്റിക് ഉള്ളവർക്ക് ഇത് കഴിക്കണമെങ്കിൽ, ഈ മരുന്ന് കഴിക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം. അപ്പം അത് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രയും എടുത്താൽ മാത്രം മതിയാകും. 1 സ്പൂണ് 2 സ്പൂൺ മതി. കൂടുതലൊന്നും ഒരു നേരം കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി മറ്റൊരു രീതിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ഈ 3 രീതിയിൽ ഏതാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ ആ രീതിയിൽ നിങ്ങൾക്കിത് കഴിക്കാം. ഇനി അടുത്ത രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പനങ്കൽക്കണ്ടാണ്. ഇത് ആയുർവേദ കടയിൽ തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതിനെ കുറച്ച് ഇടുക, എന്നിട്ട് ആ പൊടിയും കുറച്ചും കൂടെ ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് വെക്കുക. ഞാൻ ഇപ്പോൾ ഇത്രയും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മധുരത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂണ് പൊടി ഇട്ടിട്ടുണ്ട്. 3 വലിയ സ്പൂണാണ്. നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് രാവിലെയും വൈകിട്ടോ അങ്ങനെ കഴിക്കണേന് ഒരു കുഴപ്പമില്ല. നല്ല മധുരമുണ്ട്. എന്നാലും ചെറിയൊരു തെങ്ങും പൂക്കുലയുടെ ആ ഒരു ചവർപ്പുണ്ടല്ലോ, അത് മാത്രമല്ല മരുന്നുകൾക്കൊക്കെ ഒരു കയ്പ്പാണ്. ആയുർവേദ മരുന്നുകൾക്കൊക്കെ ഒരു കയ്പ്പായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ചെറിയൊരു ചവർപ്പും കൂടെ ഉണ്ട്. എന്നാലും നല്ല മധുരവും തന്നെ ഉണ്ട്. ഇതിപ്പോൾ ആർക്കായാലും കഴിക്കണേന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഈ 3 രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. തെങ്ങിൻ പൂക്കുലയുടെ ആയുർവേദ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാനും കഴിക്കാനും എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്യുക. ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.